എത്രത്തോളം സിനിമാറ്റിക് ആണോ അത്രത്തോളം തന്നെ ജീവിതഗന്ധിയുമാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയിയും ആവേശം ബോയിയും ഒന്നിക്കുമ്പോൾ അതൊന്നുമല്ലാതെ ഉണ്ടായി വന്ന മറ്റൊരു എക്സ്ട്രാ ഓർഡിനറി ത്രില്ലർ, ജസ്റ്റിഫയബിൾ ഇമോഷണൽ ജേണി ഉറപ്പാക്കുന്ന സീറ്റഡ് സർവൈവൽ ത്രില്ലർ. പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിർത്തിക്കൊണ്ട് ബാലൻ പോലൊരു സിനിമ തിയേറ്ററിനായി ഇറക്കിവിടുക, അതിന് തൻ്റെ ക്രാഫ്റ്റിലുള്ള കോൺഫിഡൻസിലൂന്നി ഹൈപ്പ് കൊടുക്കുക, ശേഷം സ്ക്രീനിൽ പ്രേക്ഷകരെ കൊണ്ട് കരുതി വെച്ചിടത്തൊക്കെ കൈയടിപ്പിക്കുക എന്ന വലിയ ദൗത്യം അത്ര ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം. അതൊരു വല്ലാത്ത കോൺഫിഡൻസ് തന്നെയാണ്. സിനിമയിലെ ഒരു പോയിന്റിൽ പറഞ്ഞു പോകുന്ന 2 വരി കഥ തന്നെയാണ് ബാലൻ്റെയും അവൻ്റെ അമ്മയുടെയും ചെയ്തികളോട് മറു ചോദ്യത്തിനിടവരുത്താത്ത എക്സ്പ്ലനേഷൻ. അതിനെ അത്രമേൽ കൺവിൻസിംഗ് ആയി പ്രതിഫലിപ്പിക്കാൻ ജിത്തു മാധവന്റെ തിരക്കഥയ്ക്കും ചിദംബരത്തിന്റെ സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ട്. സിനിമാറ്റിക് ഗിമ്മിക്കുകൾക്കുള്ളിൽ കഥയുടെ ആത്മാവിനെ നിലനിർത്തിയുള്ള അവതരണ ശൈലിക്കാണ് ഇരുവരും ഇത്തവണയും കയ്യടി വാങ്ങിക്കുന്നത്. മോൻ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുന്ന ആവേശത്തിലെ അമ്മയ്ക്കും മഞ്ഞുമ്മൽ ബോയ്സിൽ സിജുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സുഭാഷിന്റെ അമ്മയ്ക്കും ശേഷം ഇരുവരും ഒന്നിച്ച് നമുക്ക് തരുന്ന ഐഡന്റിറ്റി ഇല്ലാത്ത അമ്മ. കണ്ണ് നനയ്ക്കുന്ന അമ്മ മകൻ വൈകാരിക ബന്ധമാണ് ബാലനിൽ നമുക്ക് കാണാനാവുന്നത്. കാസ്റ്റിംഗിലെ സൂക്ഷ്മത കഥയെ കൂടുതൽ ജീവനുള്ളതാക്കുന്നുണ്ട്. കണ്ണുകളിലെ സാമ്യം നോക്കി ചിദംബരം ലോക്ക് ചെയ്ത ഫർസാന പാലത്തിങ്കലും ബാലതാരം ആദിശേഷനും 100% അപ്പീലിംഗ് ആയ അമ്മ മകൻ കോംബോ ആയിരുന്നു. ഒരു തരി പോലും പിഴയ്ക്കാത്ത പെർഫോമൻസും. ജീൻ പോൾ ലാലിൻ്റെ പോലീസ് വേഷം ഒരു നടൻ എന്ന നിലയിൽ അയാളെ മലയാള സിനിമ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കഥാപാത്രമായിരിക്കും. അച്ഛൻ്റെതിന് സമാനമായ ശരീരഭാഷയും മാനറിസങ്ങളും ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്ക് തരുന്ന തൃപ്തി ചെറുതായിരുന്നില്ല. ഗിരീഷ് ഏടിയുടെ കഥാപാത്രവും പരിചിത ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഒരു പോലീസുകാരനായിരുന്നു. അഭിനയത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യത പുലർത്തിയ, ഇടയിൽ രസകരമായ തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച ഡോളി ജൂണിൻ്റെ അമ്മാമ്മയും ഫ്രഷ് കാസ്റ്റിംഗ് ആയിരുന്നു. ഇന്റർവെൽ കഴിഞ്ഞു വരുമ്പോൾ ആ ശബ്ദത്തിന് കൊടുക്കണം കയ്യടി എന്ന രീതിയിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അവർ പറഞ്ഞ വാണിംഗ് കാർഡിന് പോലും തിയേറ്ററിൽ കയ്യടിയായിരുന്നു. ആദിശേഷന്റെ മുതിർന്ന വേഷം ചെയ്ത മുഹമ്മദ് സിനാനും ചിദംബരം കരുതിവെച്ച സർപ്രൈസ് എലമെന്റ് ടൊവിനോയുടെ അബ്ബാസുമാണ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോകുന്നത്. ടൊവിനോയുടെ കഥാപാത്രത്തെക്കുറിച്ച് ഒരു തരി പോലും അറിയാതിരിക്കുന്നതാവും ആസ്വാദനത്തിന് രസം. ഒന്ന് പറയാം, ചിദംബരത്തിന്റെ കയ്യിൽ കിട്ടിയ ടൊവിനോ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല. ഇമോഷണൽ സീനിൽ അബ്ബാസ് ബാലനൊപ്പം പ്രേക്ഷകരെയും കരയിക്കും. മറ്റൊരു സുപ്രധാന കഥാപാത്രമായി അർച്ചന പത്മിനിയെ കാസ്റ്റ് ചെയ്തതിന് പിന്നിലെ ബ്രില്യൻസും സിനിമ തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചുരുക്കി പറഞ്ഞ മഞ്ഞുമ്മലിലെ കാസ്റ്റിംഗ് പോലൊരു ഗണപതി ടച്ച് ബാലനിലുമുണ്ട്. ഗണപതിക്കും ചിദംബരത്തിനും അവർ മനസ്സിൽ കണ്ട കഥാപാത്രത്തെ സ്റ്റാർ ഡ്രാമ എടുത്തുമാറ്റി താരങ്ങളിലും പ്രയോഗിക്കാനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളായി പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തപ്പോഴും ടൊവിനോയ്ക്ക് വേണ്ടി ഒരു വേഷം അവർ കരുതി വെച്ചത്. ഇത് വരാനിരിക്കുന്ന ചിദംബരത്തിന്റെ മമ്മൂട്ടി മോഹൻലാൽ പ്രൊജക്ടുകളിൽ കൂടി പ്രതീക്ഷ കൂട്ടുന്നതാണ്. ക്ലൈമാക്സിൽ നിന്ന് പിന്നോട്ട് എഴുതി തുടങ്ങിയതുകൊണ്ടാവാം ക്ലൈമാക്സിന് ഇത്ര പഞ്ചും ഭംഗിയും. ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഉണ്ട്, ഒരു സന്തോഷിപ്പിക്കുന്ന സർവൈവലുമുണ്ട്. ഷൈജു ഖാലിദിന്റെ ഫ്രെയിമുകളിൽ സർട്ടിൽ കളർ ഗ്രേഡിംഗ് കൂടി ആയപ്പോഴുള്ള വിഷ്വൽ ഇമ്പാക്റ്റ് ഗംഭീരമാണ്. വിവേക് ഹർഷന്റെ എഡിറ്റിംഗും കഥയിലെ ഏജ് ഷിഫ്റ്റിങ്ങും സിനിമയ്ക്ക് എക്സ്ട്രാ മൈലേജ് ആണ് കൊടുക്കുന്നത്. അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ 2 ടെറിറ്ററിയിൽ കഥയ്ക്ക് 2 ഭാവം നൽകുന്നുണ്ട്. വിഷ്വൽ ഗ്രാമറിൽ കോംപ്രമൈസ് ചെയ്യാതെയുള്ള ചിദംബരത്തിന്റെ പാറ്റേൺ മുൻപ് കണ്ടതിനോളം തന്നെ ഗംഭീരമായി ബാലനിലും വർക്കായിട്ടുണ്ട്. എല്ലാത്തിനുമൊപ്പം സുഷിന്റെ മ്യൂസിക്കും കൂടി ആയപ്പോൾ ബാലൻ വീണ്ടും ഒരു അബ്സൊല്യൂട്ട് ചിദംബരം മാജിക്കാണ്.